മിനുകൂടാ എന്തോ ഒരു സസ്പെൻസ് ഉണ്ട്. എന്താ ഹാർട്ട് ഇടിക്കുന്നുണ്ടോ? സസ്പെൻസ് എന്ന് കേട്ടപ്പോ ഉണ്ട്. ഉണ്ടല്ലേ? പക്ഷെ ആ സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പിന്നെ എന്തിനാ പറഞ്ഞു കുറപ്പിച്ചത്? പക്ഷെ അതൊരു സസ്പെൻസ് ആണ്. എനിക്ക് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സസ്പെൻസ് ആണ്. എപ്പോഴും നമുക്ക് അറിയാൻ പറ്റുക അത് ഇൻ ദ പ്രോസസ്. ഓക്കെ. അതായത് ആ. നമ്മുടെ ശ്രീകുട്ടിയില്ലേ, ആ. ശ്രീകുട്ടി ഒരു വലിയൊരു മ്യൂസിക് കമ്പോസറിന് വേണ്ടിയിട്ട് ഒരു പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കാൻ പോകുന്നു. ആണോ? ഓ അത് big news ആണല്ലോ. ഏതൊന്നും ഇപ്പൊ പറയില്ല, അതാണ് സസ്പെൻസ്. ഓക്കെ, ഓ അത് ശരി. വെയിറ്റിംഗ് ആണ് അപ്പൊ നമ്മൾ. പക്ഷെ Waiting, വഴിയെ yes. തിരിച്ചറിയാൻ പറ്റും. ഓക്കെ പക്ഷെ അത് ഗംഭീരമായിട്ട് പോകാൻ പോകണമെന്നാണ് ഞാൻ കേട്ടത് കേട്ടാ. ആഹാ. അപ്പൊ നമുക്ക് ബ്ലംഗ്ലൂർ എന്ന് വിളിച്ചാലോ? വിളിക്കാം. Yes. ലെറ്റ്സ് വെൽക്കം ശ്രീയക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ഹലോ. വലിയ സ്റ്റാർ ഒക്കെ ആവാൻ പോകുന്ന ആളാണ് കേട്ടോ. അതെ. ആ പക്ഷെ സിമ്പിൾ ആയിട്ടൊന്ന് വരണേ അല്ലേ? സിമ്പിൾ പക്ഷെ നല്ല രസമുണ്ട് പക്ഷെ കാണാൻ. രസമുണ്ട് കാണാൻ Good കളർ news ആണല്ലോ കോമ്പിനേഷൻ. ശ്രീയക്കുട്ടി. ആ അല്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കല്ലേ? സർപ്രൈസ് ആന്നാ പൊളിക്കല്ലേ പറഞ്ഞത്. പൊളിക്കല്ലേ? പറയല്ലേ? പൊളിക്കണ്ട, ഓക്കെ ഓക്കെ ഇപ്പൊ പൊളിക്കാൻ ഓ. അത് സെറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് പൊളിക്കാം ഓക്കെ. അല്ലേ? പാട്ട് ഏതാണ്? സീമന്തരേഖയിൽ. ചന്ദനം ആഹാ. ചാർത്തിയ ചന്ദനം ചാർത്തിയ ബ്യൂട്ടിഫുൾ സോങ്. ഹേമന്ത നീല നിശീഥിനി. ഇയർ 1977. മൂവി ആശീർവാദം. മ്യൂസിക് കമ്പോസർ അർജുനൻ സർ. ലിറിക്സ് ഭരണിക്കാവ് ശിവകുമാർ സർ. സിംഗർ വാണി ജയറാം മാം. വെരി ഗുഡ്. യെസ്. ഭരണികാവ് ശിവകുമാരേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഒരു വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു അതെ മനുഷ്യനായിരുന്നു. അതെ അതെ. അപ്പോ ബിച്ചു സാർ എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ട്യൂണിന് എഴുതുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത് ഉം. ഭരണികാവ് ശിവകുമാരേട്ടൻ കണ്ടിട്ടാണ്. ആ. ഓ ശരി. അപ്പോ അദ്ദേഹം പോലും അങ്ങനെ കൺസിഡർ ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ജീനിയസ് ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം. തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് ആയിട്ട് ഇത് കൊടുക്കുകയും ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. All the best. താങ്ക് യു.
വെരി ഗുഡ് മോളെ, വെരി ഗുഡ്, വെരി ഗുഡ്, Beautiful. വെരി നൈസ്, വെരി നൈസ്. Wonderful selection of song, താങ്ക് യു. beautifully rendered, താങ്ക് യു. full of expression. താങ്ക് യു. And apt for you. The song is very much, അല്ലേ? It's very match, അല്ലേ? Match ചെയ്യുന്നില്ലേ? ഈ പാട്ട് ഏറ്റവും നല്ല ഒരു സെലക്ഷൻ ആണെന്ന് പറയാൻ കാരണം എന്താ? ഇത് എനിക്ക് നല്ല റെൻഡർ ചെയ്യാൻ പറ്റുന്നോണ്ടാണോ? കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള Yes. സോങ്. ആപ്റ്റ്, Beautiful റേഞ്ച്, selection. Yes, range. ആ. സോങ്ങിന്റെ റേഞ്ച് ഏതൊക്കെ റേഞ്ചാണ്? പിച്ചിന്റെ റേഞ്ച്, യെസ്. എക്സ്പ്രഷന്റെ റേഞ്ച്, ഇവിടുത്തെ വോയിസിന്റെ റേഞ്ച്, ഇവിടെ കൊടുക്കാൻ പറ്റുന്ന എക്സ്പ്രഷൻസിന്റെ റേഞ്ച്, ആ റേഞ്ച് എല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് ഇതാണ് ഒരു പെർഫെക്റ്റ് സോങ് സെലക്ഷൻ. Yes, yes, yes. അതെ. കേട്ടോ? സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്തനീല നിശീഥിനി മാനസദേവന്റെ ചുംബനപ്പൂക്കളോ സ്മരവതി നിന്റെ ചൊടിയിണയിൽ പിന്നെ എക്സ്പ്രസീവ് ആയിട്ട് പാടാനായിട്ടുള്ള ഒരു ശ്രമം, അതൊരു വലിയ പ്ലസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ പെർഫോമൻസിൽ. സീമന്തരേഖയ്ക്ക് മുൻപേയും പിൻപേയും എന്ന് ഇനി ശ്രീകുട്ടി അറിയപ്പെടും. ഇവിടം തൊട്ട് ഇതിൽ നിന്ന് ക്യാച്ച് ചെയ്തോണം. Yes. ആ ക്യാച്ച് എന്താണ്? എക്സ്പ്രഷൻ. യെസ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു എക്സ്പ്രഷൻ ക്യൂനാവാൻ പറ്റും കേട്ടോ. ആൻഡ് യു ഹാവ് ഗാദേർഡ് കോൺഫിഡൻസ്. താങ്ക് യു. ആ നേരത്തെ ഉള്ളതിനേക്കാളും ഇന്നത്തെ ചിലപ്പം ഈ സോങ് സെലക്ഷൻ എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉള്ളിലുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കും വെളിയിൽ കോൺഫിഡൻസ് ആയിട്ട് വന്നത്. അത് കൊള്ളായിരുന്നു. ആ കോൺഫിഡൻസ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ശ്രീമംഗലയായി അന്നു നീ സീമന്തിനിയായി, അവിടെയാണ് ഈ കോമ്പസിഷന്റെ വളരെ Yes. ബ്യൂട്ടിഫുൾ നോട്ട്സിന്റെ കോമ്പിനേഷൻ വരുന്നത്. അത് ചരണത്തിലും നീ പുളകാർദ്രയായി അന്നു നീ സ്നേഹവതിയായി, മതിയായി. ഇതെല്ലാം ഇമ്മാക്കുലേറ്റ്. ശ്രീമംഗലയായി അന്നു നീ സീമന്തിനിയായി സീമന്തരേഖയിൽ ചന്ദനം ആ അവിടെ അതായിരിക്കും എഴുതിയിരിക്കുന്നത്. ഇവിടെ അത് സംശയമില്ല. കാരണം നമ്മുടെ മൂന്ന് മനസ്സും യെസ്. 1. 3 in 1 ആണ്. അപ്പൊ അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ തമ്മിൽ ഒരിക്കലും ഒരു അഭിപ്രായ വ്യത്യാസം ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. മീനുട്ടാ എന്തോ എപ്പോഴും സെയിം ആയിരിക്കും. മീനൂട്ടി ഉണ്ടല്ലോ. ആ, ഉണ്ട്. പിന്നെന്താ? ഒരു അഭിപ്രായം അല്ലേ? ഹമ്മിങ് തുടങ്ങിയപ്പോ തന്നെ ഒരു നല്ലൊരു എക്സ്പോസിഷൻ ആയിരുന്നു. താങ്ക് യു. Yes. അത് കറക്റ്റ് ശ്രുതിയിലായിരുന്നു. അത് രസകരമായിട്ട് അവതരിപ്പിച്ചു. അതിന്റെ എൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് നിർത്തി. പക്ഷേ അതുപോലെ ലാസ്റ്റ് ലൈൻ സസ്റ്റെയിൻ ചെയ്ത് നിർത്തി. പക്ഷെ ഹമ്മിങ്ങിൽ ഇത്തിരി പേടി ഫീൽ ചെയ്തായിരുന്നു. പേടി ഓഫ്കോഴ്സ് തുടങ്ങുമ്പോ എപ്പോഴും പേടി ഉണ്ടാവുമല്ലോ. ഒരു ചെറിയ പേടി നമുക്ക് feel- പാട്ട് തൊട്ടുള്ള കോൺഫിഡൻസ് അപ്പൊ ഉണ്ടായിരുന്നില്ല എന്നാണ് അതെ, ഉദ്ദേശിച്ചത്. അതാണ് ഉദ്ദേശിച്ചത്. ചിലപ്പോ തുടക്കമായോണ്ടായിരിക്കും. പക്ഷെ എല്ലാം കറക്റ്റ് ആയിരുന്നു. എല്ലാം കറക്റ്റ് ആയിരുന്നു. നമുക്കൊരു പേടി ഫീൽ ചെയ്തോന്നേ ഉള്ളൂ. തുടങ്ങണതിന്റെ ഒരു പേടി ഉണ്ടോന്നൊരു സംശയം. പിന്നെ ചൊടിയണ് ചൊടിയണയിൽ അത് അവിടെ കൂടുതൽ വെബ്രാറ്റ് വരുമ്പോ ഒരു സുഖമില്ല കേട്ടോ. ആണോ? ആ. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചിലപ്പം വാണിയം അങ്ങനെ പാടിട്ടോ സാധ്യതയുണ്ട്. അതെ, വാണിയമ്മയ്ക്ക് അങ്ങനെ ഒരു പക്ഷെ എനിക്ക് വിഭ്രാട്ടം തോന്നുന്നു ഉണ്ട്. ശ്രീയ പാടുമ്പോഴത്തേക്കും അതില്ലാതിരുന്ന നന്നായിരിക്കും തോന്നുന്നു. ആണോ? കേക്കട്ടെ. അല്ല അല്ല അത് സസ്റ്റെയിൻ വേണ്ടെന്നല്ല പറഞ്ഞത്. പ്ലെയിൻ ആയിട്ട് അങ്ങനെ വന്നാ കൊള്ളാം. അതിന്റെ ടെയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേഡ് ഔട്ട് ചെയ്താലും നന്നായിരിക്കും. ഓക്കെ ഓക്കെ ഈ സസ്റ്റെയിൻസിലൊക്കെ ടെയിൽ ഫേഡ് ഔട്ട് ചെയ്യണം. ഓക്കെ. അപ്പോ ഈ സസ്റ്റെയിൻസിലാണ് മിക്കവാറും ഒരു അമച്വറിഷ്നസ് സാധാരണ നമ്മൾ കേൾക്കുമ്പോൾ തോന്നാറുള്ളത്. ഓക്കെ. അത് സസ്റ്റെയിൻസ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കൂല ചിലപ്പോൾ അങ്ങനെ പാടുമ്പോൾ. അത് ഉണ്ടായില്ല. അതൊരു പ്രൊഫഷണൽ സെറ്റപ്പിൽ തന്നെ ഇന്ന് വന്നിട്ടുണ്ട്. താങ്ക് യു. ദാറ്റ് ഇസ് വെരി ഗുഡ് കേട്ടോ. താങ്ക് യു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനില്ല കേട്ടോ. ആറാട്ട് ഗംഗാ തീർത്ഥത്തിൽ വെച്ചോ, ആ തണലിൽ വെച്ചാണെങ്കിലും കുടിൽ വെച്ചാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും സംഗതികൾ ബ്യൂട്ടിഫുൾ ആയിരുന്നു. താങ്ക് യു. എനിക്ക് സമാധാനായി. തീർത്ഥത്തിൽ വെച്ചോ ആകാശപാലതണലിൽ വെച്ചോ. ഞാൻ എന്തോ കറക്ഷന് പറയായിരുന്നു. നന്നായിട്ട് സമാധാനിച്ചു, അസലായിട്ട് സമാധാനിച്ചു. ബ്യൂട്ടിഫുൾ ആയി പാടി. ഇന്ന് വീട്ടിൽ പോയി കിടന്ന് സമാധാനമായിട്ട് ഉറങ്ങി ഉറങ്ങാം. അതെ. കറക്ഷൻസ് പറഞ്ഞാലും സമാധാനം വേണം. ഓക്കെ ഓക്കെ. കാരണം അത് നന്നാവാൻ വേണ്ടിട്ടാ. യെസ്. കേട്ടോ. ഓക്കെ. ഓക്കെ, യു ആർ ടു ഗുഡ്. താങ്ക് യു.
എനിക്കും ഇതേ അഭിപ്രായം തന്നെയാണ്. താങ്ക് യു. ഇന്ന് അസലായിട്ട് പാടി. Thank എന്ന് you. വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ടോപ്പ് സിംഗർ സീസൺ 6 ശ്രീയക്കുട്ടി പാടിയതിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. യെസ്. താങ്ക് യു. താങ്ക് യു. വൃശ്ചികമാനത്തെ പന്തലിൽ വെച്ചോ പിച്ചകപ്പൂവല്ലി. കാരണം ഇത് വളരെ മാച്ചിങ് ആയിട്ടുള്ള സോങ് ആണ് സെലക്ട് ചെയ്തത് ആ റേഞ്ചിന്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് അതിന്റെ ഫീലായാലും അതിന്റെ ശ്രുതി ആയാലും എല്ലാം കൊണ്ടും നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഭൂരിഭാഗവും. താങ്ക് യു. അമ്മെങ്കിലും ഒരു പേടി തോന്നുന്നേ ഉള്ളൂ, എല്ലാം പെർഫെക്റ്റ് ആണ്. ഞാൻ പേടി എന്ന് ഉദ്ദേശിച്ചത് ഒരു വേറെ പോലെ അത് ഫീൽ ചെയ്തു, പേടി പോലെ. ഓക്കെ അത് ഓക്കെ സ്റ്റഡി ആയിരുന്നെങ്കിൽ നമ്മൾ മാത്രമേ പറഞ്ഞു. ഓക്കെ. എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്രീമംഗലയായി അന്നു നീ സീമന്തിനിയായി, അതുപോലെ തന്നെ നീ പുളക്കാർദ്രയായി അന്നു നീ സ്നേഹവതിയായി. താങ്ക് യു. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. മുത്തിന്മേൽ മുത്തുള്ള സ്നേഹോപഹാരം മുഗ്ധവതി ദേവൻ നിനക്കു തന്നു, ദേവൻ നിനക്കു തന്നു. നീ പുളകാർദ്രയായി അന്നു നീ സ്നേഹവതിയായി. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. താങ്ക് യു. എനിക്ക് ആകെ തോന്നിയത് പിച്ചക പൂവല്ലി എന്ന് പാടിയില്ലേ, അതൊന്ന് കേൾക്കട്ടെ. വൃശ്ചിക മാസത്തെ പിച്ചകപ്പൂവല്ലി കുടിലിൽ വെച്ചു പിച്ചക പൂവല്ലി പിച്ചകപ്പൂവല്ലി കുടിലിൽ. അത് കുറച്ചും കൂടി ഒന്ന് അങ്ങട് എത്തിയിരുന്നെങ്കിൽ എന്ന് മാത്രമേ എനിക്ക് Okay, തോന്നിയുള്ളൂ. okay. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു താങ്ക് കേട്ടോ. യു. താങ്ക് യു. വെരി ഗുഡ് വെരി ഗുഡ്. ശ്രീയക്കുട്ടി യെസ് മാം. എന്ത് ബ്യൂട്ടിഫുൾ സിംഗറാ ശ്രീയക്കുട്ടി. താങ്ക് യു. യു സാങ് സോ വെൽ. താങ്ക് അതുപോലെ യു. തന്നെ ശബ്ദം രസമുള്ള ഒരു ഫ്ലേവർ ആണ് ആ ശബ്ദത്തിന്. മാത്രല്ല അത് ഈ ടോപ്പ് സിംഗർ ജേർണിയിൽ കുറച്ചുകൂടെ എന്താ പറയാ ബെറ്റർ ആയി വരിക ഓരോ പെർഫോമൻസ് കഴിയുമ്പോഴും. അപ്പൊ ആ ബെറ്റർ ആവുന്നതിന്റെ കൂടെ ഞാൻ ശ്രദ്ധിക്കുന്നത് ശ്രീയക്കുട്ടിയുടെ കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്, താങ്ക് യു. ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. താങ്ക് യു. അതുപോലെ ശ്രീയക്കുട്ടി ഭയങ്കര ഇൻവോൾവ് ആണ് ഇപ്പം. താങ്ക് യു. മുന്നത്തെ ഉള്ളതിനേക്കാളും ഓരോ ഭാഗവും ശ്രദ്ധിച്ചിട്ടാണ് ശ്രീകുട്ടി പാടുന്നത്, വിച്ച് ഇസ് അമേസിങ് കേട്ടോ. താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പെർഫോമൻസ്. ആ അനുപല്ലവിയുടെയും ചരണത്തിന്റെ അവസാനം സോ ഗുഡ്. താങ്ക് യു. പിന്നെ ഇതും പിച്ചകപ്പൂവല്ലി കുടിലിൽ വെച്ച് അവിടെ ഞാനും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. Okay. മിടുക്കിയായിട്ട് പാടി, താങ്ക് യു. നല്ല ഇൻവോൾവ്മെന്റ്, നല്ല കോൺഫിഡൻസ്. ഇതുപോലെ തന്നെ പോണം കേട്ടോ. Okay. ഇനി നമുക്ക് ഗ്രാഫ് നമ്മൾ താഴാൻ വേണ്ടി സമ്മതിക്കരുത്. ഇതേ Yes. കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ ഈ നമുക്ക് മുന്നോട്ട് കൺസിസ്റ്റൻസി പോകണം. കാത്തു സൂക്ഷിക്കുക. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മിനുട്ടാ എന്തോ ഒരു 100.5 കുറച്ചോ? അയ്യോ. എന്തിന്ന്? ഞാൻ കുറയ്ക്കും. അയ്യോ അപ്പൊ ഒന്നുമില്ല. 100.5 100.5 ആ. അല്ല 200 100.5 കുറച്ചാൽ മതി. ഓക്കെ, അപ്പോഴും ഇപ്പൊ okay. എത്രയായി? 99.5. 99.5. താങ്ക് യു. ചന്ദനം ചാർത്തിയ ഹേമന്തലി. ശ്രീയക്കുട്ടിയാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ. Yes. താങ്ക് യു. ആര്യ ചേച്ചി ഞാൻ തന്നെ വരണം. സാരി കാണിക്കട്ടെ നമുക്ക്. Welcome. ഇതിന് എത്ര പാട് കഴിച്ചു സാരി കൊടുത്തല്ലേ? അതെ. ആ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ശ്രീകുട്ടി 99.5 എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് താങ്ക് യു. ആണ്. ഇങ്ങനെ മഴ പെയ്തില്ലാന്നേ ഉള്ളൂ, പക്ഷെ ഇപ്പൊ അധികം ആർക്കും 99.5 കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ കിൻഡർ ബോക്സിന്റെ ഒരു കിടിലൻ ഉടുപ്പ് Thank you. ഫോർ ദ പെർഫോമർ. Thank you. കൺഗ്രാറ്റുലേഷൻ. Thank you. ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഗിഫ്റ്റ് കേട്ടോ. താങ്ക് യു. താങ്ക് ഓക്കെ, യു. താങ്ക് യു ശ്രീയക്കുട്ടി. ഓക്കെ. താങ്ക് യു. താങ്ക് യു ആര്യ ചേച്ചി. Thank you, ബൈ. thank you.